എന്റെ മോനെ അവസ്ഥ ഇവിടെ നിന്ന് കേറി നിക്കാൻ പോലും ഒരു വഴിയില്ല കേട്ടാ. നനഞ്ഞ പിണ്ടിയായിട്ടാ, നനഞ്ഞ പിണ്ടിയായാലും കൂളിംഗ് ഗ്ലാസ് മുഖ്യം ഇതിലെ സ്ലോ ആക്കാം. ഇനി എന്തുണ്ടെന്നുണ്ടെങ്കിലും അത്രേ ഉള്ളൂ. റോഡ് നോക്കിയാ ഇന്ത്യയിലെ ആദ്യത്തെ കോഫി നട്ടുപിടിപ്പിച്ച് സ്ഥലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് എല്ലാ സൈഡിലേക്കും ക്യാമറ പിടിക്കാൻ പറ്റില്ല. വണ്ടി എടുക്കുക നിർത്തണ്ട, വണ്ടി എടുക്കുക. മൂവ്മെന്റ് ഈ അടവ് ആരെ പഠിപ്പിച്ചത്? ഞാനല്ലേ പഠിപ്പിച്ചത്. അവിടെ എല്ലാ വണ്ടികളും ചെക്ക് പോസ്റ്റിലേ, അവിടെ എല്ലാ വണ്ടികളും ചെക്കിങ് ഉണ്ട് കേട്ടോ. എല്ലാ വണ്ടികളും 2 വീലർ നിർത്തുന്നുണ്ട്, കാറ് നിർത്തുന്നുണ്ട് ബാബാപുടൻ ഹിൽസിലേക്ക്. അപ്പോൾ ആ ഒരു ചെക്കിങ് കണ്ടിട്ട് ഞങ്ങൾ എന്താട്ടി, ഞങ്ങളടുത്ത് ചെക്കിങ്ങിന് കുഴപ്പമൊന്നുമില്ല, വിഷയമൊന്നുമില്ല. എല്ലാ പേപ്പറുകളും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആണ്, 2 ഹെൽമെറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നാലും ഞങ്ങൾ ആ ചെക്കിങ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് അടിച്ച്, അതായത് ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്, സ്ലോ ആക്കാം. അവിടെ പോകുന്ന വഴി ഇതല്ലേ, ഇനി എന്തുണ്ടെന്നുണ്ടെങ്കിലും അത്രേ ഉള്ളൂ. അവിടെ എത്തുമ്പോൾ സ്ലോ ആക്കി പോയിട്ട്, ഒന്നാമത് കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണ്. പിന്നെ രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ നിർത്തുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ട് ചോദിക്കുക, ബാബാപുടൻ ഹിൽസിലേക്ക് ഇതിലൂടെ അല്ലേ പോകുന്നത് കന്നഡയിൽ ചോദിച്ചപ്പോൾ മോനെ വിട്ടോ, അത്രേ ഉള്ളൂ. അപ്പൊ അവരിങ്ങോട്ട് വരുന്നതിനേക്കാൾ മുന്നേ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിർത്തേണ്ടി വരില്ല. ഇനി അവിടെ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ എത്ര നേരം പിടിച്ചെടുത്തൊന്നും പറയാൻ പറ്റൂല. പ്രോസസ്സുകൾ ഒരുപാടുണ്ട്, കാരണം ഒരുപാട് ആൾക്കാർ അവിടെ വെയിറ്റിംഗ് ഉണ്ട് പിടിച്ചിട്ട്. അപ്പോൾ നമ്മൾ ടൈം ലേറ്റ് ആവും, വേറെ ഒന്നുമല്ല. ഒന്നങ്ങോട്ട് നോക്കി ഗൈസ്, എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ അപ്പുറം ചിക്ക്മാംഗ്ലൂരു ഒരു വെറൈറ്റി ഹിൽ സ്റ്റേഷൻ, അടിപൊളി കാഴ്ചകൾ. റോഡ് നോക്കിയാ, റോഡ് ഭയങ്കര ഡേഞ്ചർ റോഡാണ്, നല്ല ഡേഞ്ചർ റോഡാണ്. ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. വണ്ടികൾ ഇന്നിപ്പോൾ കുറവായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമുക്ക് ഈ സൈഡ് പിടിച്ചിട്ട് പോകാം. പക്ഷെ ബസ്സൊക്കെ ഓടുന്ന റൂട്ടാ ബാബാപുടൻ ഹിൽസ്. ബസ് റൂട്ട് ഇല്ല കേട്ടോ, ബസ് റൂട്ട് ഇല്ലാത്ത ഏരിയയാണ്. ചിക്ക്മംഗ്ലൂരു 20 കിലോമീറ്റർ, ബാബ എത്ര കിലോമീറ്ററാ? 10 കിലോമീറ്റർ ഉണ്ട്. 10 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ 10 കിലോമീറ്റർ ഇനിയും ആസ്വദിച്ച് മരിക്കുവീൻ. അതുകൊണ്ടൊക്കെ ആ വണ്ടിയിൽ തലയൊക്കെ പുറത്ത് കിട്ടിട്ട് അത് വേറൊരു ഫീൽ തന്നെ കേട്ടോ. പിന്നെ പറയണ്ട, ഇവിടെ റൈഡ് കംഫർട്ടായിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്നവർ വരിക, അല്ലെങ്കിൽ കാറൊക്കെ എടുത്തിട്ട് വരുമായിരിക്കും ബെറ്റർ. കാരണമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് ചെറുപ്പാവൂല, അടിപൊളിയായിട്ട് ഇതൊക്കെ ആസ്വദിക്കാം. അമ്പോ അവിടെ എടുത്ത് പേടിയാവില്ല. ഇവിടെ എടുത്തറാ, വ്യൂ പോയിന്റ് കാണട്ടെ. എന്താണ് ഈ പറയുന്നത്? വ്യൂ പോയിന്റ് കാണാതെ പിന്നെ എന്തിനാ നമ്മൾ എന്താ ചെയ്യുക? അതുപോലുള്ള വ്യൂകളൊക്കെ വരുമ്പോൾ ഇതൊന്നും അല്ല കേട്ടോ വ്യൂ. പക്ഷെ ഇവിടെ നമുക്ക് നിർത്താൻ പറ്റിയൊരു സ്പോട്ട് കിട്ടിയുള്ളൂ, അതുകൊണ്ട് മാത്രം. ചായ കോഫിയൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങോട്ട് നോക്കിയാ ഈ വ്യൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ നിർത്തിയത്. ഇതിൽ അടിപൊളി റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻറ്ററിൽ ഇതാ, ഇവിടെ വലിയ വ്യൂ വരുന്നില്ല. മറ്റേത് ഇവിടെയും കൂടി നല്ല വ്യൂ ആകുമ്പോൾ ഇതുപോലെ ചുറ്റിലും കാണുന്നത് അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ഇനി ഉണ്ട് 10 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത്രയും കാഴ്ചകൾ തന്നെ. ഈ കുന്നും മലകളൊക്കെ ഇറങ്ങിയും കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വണ്ടിയായിട്ട് സുഖണ. പെൻഡ് നോക്കിയാ ഒരു രക്ഷയില്ലാത്ത പെൻഡ്, അങ്ങനത്തെ പെൻഡ് നേരെ താഴെ പോകും. നമ്മൾ ശ്രദ്ധിക്കാതെ കെയർ ചെയ്യാതെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത്രയും ഡേഞ്ചർ സാധനം. അവിടെ ബാരിക്കേഡും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അങ്ങനത്തെ ഒരു ബെൻഡായിട്ട് പോലും. അത്രയും വലിയ കൊക്ക റോഡ് അലമ്പാട്ടോ. ഈ റോഡിന് മാർക്കില്ല കേട്ടോ. റോഡ് 10 പൈസക്ക് ഇല്ല. റോഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് വീതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കെയർ ആക്കിയിട്ട് പോവാ. കാറിൽ അടിപൊളിയായിരിക്കും, കാറിൽ കുഴപ്പമില്ല. പക്ഷെ റൈഡിന് പറ്റിയ ഇതല്ല. ഒന്നാമത് റോഡ് അലമ്പാണ്, പിന്നെ റോഡ് ചെറുതുമാണ്. ഇതൊരു ഗ്രാമമാണ് കേട്ടോ, ഗ്രാമങ്ങളാണ്. വീടുകളൊക്കെ നോക്കിയാ തട്ടായിട്ട് കുറെ വീടുകള് വരുന്നുണ്ട്. റോപ്പ് പോകുന്ന സാധനം ഉണ്ടാ. എവിടെ അല്ലേ റോപ്പ് പോണതോ? അത് റോപ്പൊന്നല്ല, വ്യൂ പോയിന്റാ.
അത് കറണ്ട് കമ്പിയ ചങ്ങായി. എന്തെന്നാ നീ പറയുന്നത്? ഗാലിക്കേറെ മാണിക്യധാര 12 കിലോമീറ്റർ. മാണിക്യധാര. മാണിക്യധാര. അപ്പൊ ഇന്ന് ഇവിടുന്ന് പോണ്ടേ? മാണിക്യധാര ഫാൾസ് ആണ്. നമ്മളിതാ ഇങ്ങനെ ഒരു സ്പോട്ടിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയുടെ വികൃതി നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാ. നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. ഒരു വെറൈറ്റി വ്യൂ പോയിന്റ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഹിൽസുകളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷൻ. ഒരുപോലെ അല്ല ഇവിടെ. ഇവിടെ ഇതേപോലെ എന്താ പറയുക, കത്തി ഉണങ്ങി നിൽക്കുന്ന ഒരു തനി വേനൽക്കാലത്ത് സൂചിപ്പിക്കുന്ന ഒരു കാടും, ഒരു സൈഡിൽ പച്ചപ്പ് ഏകി നിൽക്കുന്ന മറ്റൊരു മലനിരകൾ വേറെ. അപ്പോൾ ഇതിങ്ങനെ മിശ്രിതങ്ങളാ, ഇങ്ങനെ മാറി മറിഞ്ഞ് ഇങ്ങനെ വരും. കാഴ്ചകൾ മാറും, കാലാവസ്ഥ മാറുന്നുണ്ട്. അവിടെ കണ്ടോ, അവിടെ ചെറുതായിട്ട് വെയിലൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മൂടലാ, മേലെ നോക്കിയ കാർമേഘങ്ങൾ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ മഴയാണെന്നുണ്ടെങ്കിൽ അവിടെ വെയിലാണ് അവസ്ഥ. അതുപോലെ തന്നെയാണ് ഇപ്പുറത്തെ വേറെ ഫീല്. മൊത്തത്തിലൊരു കാലാവസ്ഥ ചേഞ്ച്, അങ്ങനത്തെ ഒരു പ്രകൃതി. വലിയ വീക്കെൻഡ് അല്ലാത്തതുകൊണ്ടേ വലിയ ടൂറിസ്റ്റുകളൊന്നുമില്ല ഈ ഒരു ഭാഗത്തേക്ക്. അതുവരെ അത്യാവശ്യം ടൂറിസ്റ്റുകളുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇടക്കും തിരക്കൊക്കെ ഓരോ വണ്ടികളൊക്കെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. ഇനി ഇപ്പോൾ ടോപ്പിൽ എന്താ അവസ്ഥ എന്നറിയില്ല. എന്തായാലും നമ്മൾ നേരെ വണ്ടി എടുക്കാൻ പോകുന്നു. വണ്ടി ഇടാ. റോഡ് നോക്കിയാ താഴോട്ട് നോക്കി. വണ്ടിയിൽ പോകുമ്പോൾ താഴോട്ട് നോക്കാൻ പാടില്ല കേട്ടോ. ഇങ്ങോട്ട് നോക്കിയാ, വണ്ടിയിൽ പോകുമ്പോ താഴോട്ട് നോക്കാനേ പാടില്ല. എന്റെ മോനെ ഒന്നും പറയാല്ല കേട്ടോ. അങ്ങനത്തെ സ്പോട്ട്, അങ്ങനത്തെ കാഴ്ചകള്. വെസ്റ്റേൺ ഘാട്ട് അടിപൊളി, ഒരു രക്ഷയില്ല കാണാനായിട്ട്. ഇടി മിന്നലൊക്കെ വരുന്നുണ്ട് കേട്ടാ, മിന്നലടിക്കുന്നുണ്ട്. എന്താ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാ, അങ്ങോട്ട് കാണാൻ പോലും ഇല്ല. ഓ ഇടി 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 വെട്ടുന്നുണ്ട് കേട്ടാ, ഇടി വെട്ടുന്നുണ്ട് നല്ല രീതിയിൽ. ഓ റോഡുകൾ പോകുന്നുണ്ടോ, റോഡുകൾ പോകുന്നുണ്ടോ? എൻ്റെ മോനെ വേറൊരു വെറൈറ്റി ഫീല്, അടിപൊളി. നല്ല ഇടി മിന്നുന്നുണ്ട്. നല്ലൊരു മഴക്കുള്ള ചാൻസ് ഉണ്ട്. മിക്കവാറും ഞങ്ങൾ നനഞ്ഞ് പിണ്ടിയാവാൻ ഉള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. നനയോ? കവറുണ്ടോ? കവർ മോനെ അവസ്ഥ. ഇവിടെ നിന്ന് കേറി നിക്കാൻ പോലും ഒരു വഴിയില്ല കേട്ടാ. മിന്നലടിക്കുന്ന കണ്ടട്ടാ. ഇപ്പൊ മിന്നലടിക്കേ, ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയാ. ഒരു സൈലൻസ്, പ്രത്യേക ഒരു സൈലൻസ്. വണ്ടികളുടെ സൗണ്ട് മാത്രം കേട്ടോ. വണ്ടികൾ വരുമ്പോ സീനാ. പഠിച്ചോ? മാണിക്യധാര 3 കിലോമീറ്റർ. സീതാലയനഗിരി, മുള്ളയനഗിരി, കെമ്മൻകുണ്ടി, ഹെബ്ബെ ഫാൾസ്, കൽഹാട്ടി ഫാൾസ്, മുത്തോടി. 1 കിലോമീറ്റർ ഉണ്ടാ അല്ലേ? 61. അതിന്റെ അപ്പുറത്താ. അങ്ങനെ പോയിക്കോ. ഞാൻ വിചാരിച്ചത് തൊള്ളട്ടതാന്ന് വിചാരിച്ച്. അപ്പുറത്ത് 4 കാണാനല്ലോ. പിന്നെന്തിനാ ഇവിടെ ബോർഡ് വെച്ചിരിക്കണത്? കല്ലാട്ടി ഫാൾസ്. ഞാൻ അതിന്റെ ഇവിടെ ഇങ്ങനെ നോക്കും ഫാൾസ്. അവസ്ഥ മുകളിലുള്ളതാണ് 3 കിലോമീറ്റർ. 3 നല്ല തോന്നുന്നു കേട്ടോ. അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലോ? അപ്പൊ ഇതില് കയറി ഈ റോഡ് കയറി മേലക്ക് റോഡ്. ആ റോഡ് നോക്കിയാ ഫാൾസ്. ഈ സമയത്തൊക്കെ വെള്ളം ഉണ്ടാവുമോ? റോഡ് നോക്ക് കുറച്ച് ടാസ്കാ. മേലക്കല്ല പോണ്ടത്, അതന്നെ ഓഫ് റോഡാണ്. ആ വണ്ടികൾ വരുന്നുണ്ടോ? 3 കിലോമീറ്റർ ഫുള്ള് പൊട്ടി ആകെ അലമ്പാവും. അങ്ങോട്ട് നോക്ക്, അവിടെ ഫുള്ള് ഓഫ് റോഡ് വണ്ടികളാണ്. പേടിക്കണ കേസല്ല, വെറുതെ ചളി പൊട്ടി ആകെ സീനാവൂട്ടാ. അന്നിപ്പോ കാണിച്ചു തരാം. കണ്ടോ
നമ്മളെ ട്രാക്കേ അല്ല, നമ്മളെ റൂട്ടേ അല്ല, വെറുതെ ഇനി എത്ര ദൂരം തിരിച്ചിറങ്ങണടാ. കണ്ടോ ഓഫ് റോഡ്, അനക്ക് പറഞ്ഞ മനസ്സിലാവില്ല, ബാക്കിലിരിക്കണ ഞാനല്ലേ. ഇവിടെ സീനാണ് കേട്ടോ. ആ റോഡ് നോക്കിയാ, ഈ റോഡാണ് ഓഫ് റോഡ്. എന്തിനാ വെറുതെ അലമ്പ് റോഡുമാണ്. എന്താ പറയാ, നല്ല മഴയും വരുന്നുണ്ട്. ഇതാണ് കേട്ടാ, ഇതുകൊണ്ടാണ് ഈ റോഡ് കണ്ടോ, ഈ റോഡാണ് ആ ജീപ്പുകളൊക്കെ ആ കോലത്തിലാവാൻ കാരണം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടൊരു 3 കിലോമീറ്റർ ഉണ്ട് മാണിക്യധാര ആ ഒരു വ്യൂ പോയിന്റിലേക്ക്. അവിടെ വ്യൂ പോയിന്റ് അല്ലേ, ലൈക്ക് ഒന്നല്ലല്ലോ, ഫാൾസ് ആണോ? ആ, മാണിക്യധാര ഫാൾസിലേക്ക് ഇവിടുന്ന് അങ്ങോട്ട് 3 കിലോമീറ്റർ ഉണ്ട്. ആ 3 കിലോമീറ്റർ ഇതാണ്ടോ, ഈ അവസ്ഥയാണ് റോഡ്. നമുക്ക് എന്താ പറയുക, നമുക്കിനി ഒരുപാട് ദൂരം വണ്ടി ഓടിക്കേണ്ടതാണ്, വണ്ടിയിൽ ഇരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇമാതിരി ഒരു ഓഫ് റോഡ് പോയി കഴിഞ്ഞാലേ നമ്മൾ അടപ്പ് കയറിക്കും, നടുവിന് നല്ല പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തിരിക്കുകയാണ്, നല്ല മഴയും വരുന്നുണ്ട്. ഇതെന്തായാലും വണ്ടി എടുക്കും. ഇതിൻ്റെ അകത്താണ് കേട്ടോ ബാബാ ബുഡൻഗിരി ദർഗ വരുന്നത്. അങ്ങോട്ട് ക്യാമറ അലൗഡ് ഒന്നുമല്ല. പീഠ ദർഗ എന്ന് പറയില്ല, മുസ്ലിമുകൾ ദർഗ എന്ന് പറയും. മറ്റേ ദത്താത്രേയ സ്വാമിയുടെ ദത്തപീഠമാണ്. ഇത് നോക്കിയാ ഒരു ബിൽഡിംഗ് കണ്ടോ, പഴയ ബിൽഡിങ്ങുകൾ. ഇവിടെ എവിടെയെങ്കിലും നിൽക്കണം നമുക്ക്, നല്ല മഴ വരുന്നത്. വണ്ടി ഇടണോ, അവിടെ ഇരുന്നാലോ, അവിടെ നിന്നാലോ, ആ സൈഡിൽ അവിടെ സീറ്റ് കുറച്ച് ഇറങ്ങിയിട്ടല്ലേ. നമ്മൾ നല്ലൊരു ലോക്കായിട്ടുണ്ട് കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി ഇവിടെ നിൽക്കണുണ്ടോ, ഒരു ഗ്യാപ്പും ഇല്ല. അവിടെയൊക്കെ ജീപ്പ് കൊടുത്തിട്ടേക്കാണ്, ജീപ്പിൻ്റെ സ്റ്റാൻഡാന്ന് തോന്നുന്നുണ്ട്. അവിടെയൊക്കെ ജീപ്പുണ്ട്. പിന്നെ ഇവിടെ മൊത്തത്തിൽ ലോക്കാണ്. ഇവിടുന്ന് വണ്ടി അങ്ങോട്ട് എടുക്കാൻ ഒരു വഴിയില്ല. വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് എല്ലാ സൈഡിലേക്കും ക്യാമറ പിടിക്കാൻ പറ്റില്ല. പണ്ട് ബാബാ ബുഡൻ എന്ന സൂഫി പേർഷ്യയിൽ നിന്ന് വരുമ്പോൾ താടീൻ്റെ ഉള്ളിലും ബെൽറ്റിൻ്റെ ഉള്ളിലോ യമൻ എന്ന് പറഞ്ഞ് എവിടുന്നേലൊക്കെ വരുമ്പോൾ ഹജ്ജിന് പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്ന സാധനമാണ് ഇവിടുത്തെ സ്വർണം എന്ന് പറയുന്നത്. ഗോൾഡ്. അതായത് ഇവിടുത്തെ മെയിൻ, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ മാത്രം വ്യത്യസ്തമാക്കുന്ന ഇവിടുത്തെ പ്രധാനപ്പെട്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫി നാടു. ഇന്ത്യയിലെ ആദ്യത്തെ കോഫി നട്ടുപിടിപ്പിച്ച് സ്ഥലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ, ബാബാ ബുഡൻ ഹിൽസ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഇന്ത്യയിൽ ഈ കോഫി വ്യാപിച്ചത്. പിന്നെ വിദേശികൾ ഇങ്ങോട്ട് വന്നിട്ട് ഈ സാധനം കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അവരെ നാട്ടിൽ നിന്നുള്ള സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ അന്ന് ഈ കാപ്പിയൊന്നും അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. ആ സമയത്ത് മറ്റാരും കാണാതെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ നട്ടുപിടിപ്പിച്ച് ഈ ഒരു നാട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോഫി നാടാക്കി മാറ്റിയ ആ ഒരു വ്യക്തിയുടെ ദർഗയാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടൊക്കെ സൗണ്ട് ഉണ്ടോ, പഴയ പെട്രോൾ വണ്ടിയില്ലേ, അതാണ് കേട്ടോ ആ സൗണ്ട്. ഓല വെച്ചിട്ട് 2 സ്ട്രോക്ക് മോനെ, ഒരു RX-100 ഒക്കെ ചീറി മിന്നിയ പോലെ. അങ്ങോട്ട് നോക്കിയാ അടിപൊളിയല്ലേ. അപ്പം അങ്ങനെയാണ് ചരിത്രം പറയുന്നത്.